Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദോശമാവ് വെച്ചിട്ട് നല്ല അടിപൊളി ഊത്തപ്പമാണ്. ഊത്തപ്പം തന്നെ നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കും. അതിൽ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഊത്തപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് ദോശമാവാണ്. ദോശമാവ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാൻ കുറച്ച് സവാള, തക്കാളി, ക്യാരറ്റ്, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകും മല്ലിയിലയും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ആദ്യം അരിഞ്ഞു വെക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കുക. ഒത്തിരി നമ്മൾ നൈസായിട്ട് പരത്താൻ പാടില്ല. കുറച്ച് കട്ടി ഉണ്ടാകുമ്പോഴാണ് ഊത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, തക്കാളി, ക്യാരറ്റ്, കറിവേപ്പില, പിന്നെ അതിന് മുകളിലായിട്ട് രണ്ട് നുള്ള ഉപ്പ്, രണ്ട് നുള്ള കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് ഒരു 2 ടീസ്പൂണോളം നമ്മൾ അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു മൂടി വെച്ച് ഇത് കവർ ചെയ്തിട്ട് ഒരു 4 തൊട്ട് 5 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അത് മൂടി മാറ്റിയിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഊത്തപ്പം റെഡിയായി. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. സാധാരണ നമ്മൾ ദോശ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നല്ല. ഇതിന് കൂടെ കറികളൊന്നും വേണ്ട കേട്ടോ. ഇത് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.